ഈ കടം വീട്ടലിന്റെ പുറകിൽ ഇവിടെ എന്തൊക്കെയാ ഒളിച്ചിരിക്കുന്നതെന്ന് ഓരോ നിമിഷം കഴിയുന്നതോടും പുറത്തു വന്നുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാ. പക്ഷേ ഇത്രയും കാലം അച്ഛൻ നോക്കി നടത്തിയിരുന്ന കണിമംഗലത്താ നിങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. അത് മറന്നുപോരുത്. ആ എങ്കി പിന്നെ എനിക്കും കുറച്ചൊക്കെ പറയാനുണ്ട്. എന്റെ വരൻ തളർന്നു പോകാൻ പാടില്ല. വരൻ തോറ്റാൽ ഞാനും തോൽക്കും, നമ്മുടെ അച്ഛനമ്മമാര് തോൽക്കും, മുത്തശ്ശി തോൽക്കും. അതൊന്നും പാടില്ല. ജയിക്കണം ജയിക്കണം എന്ന തോന്നല് ഓരോ ശ്വാസത്തിലും നമുക്കുണ്ടാവണം. എന്നാലേ പിടിച്ചു കയറാൻ പറ്റൂ. തന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ധൈര്യമൊന്നുമില്ല. നമ്മൾ തമ്മിലൊരു വ്യത്യാസം എന്താണെന്നറിയോ? വരുൺ ഒരുപാട് ഉയർത്തിന്ന താഴേക്ക് വീണത്. ഞാൻ ഇന്നും താഴെ തന്നെയായിരുന്നു, അത്രേ ഉള്ളൂ. ആ ദാ ഇത് കുടിച്ചേ. താങ്ക്സ്. എന്തിന്? വിദേശത്ത് ചെന്ന് അലയുന്ന കൂട്ടത്തിൽ ഈ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങാനും ഇങ്ങനെയുള്ള കണ്ടെത്താനും സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപാട് മിസ് ചെയ്തേനെ. ഇതിപ്പം വീടും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ജീവിതം കളറാക്കാൻ ഒരാളുണ്ട്. അതെനിക്ക് ഒത്തിരി ഇഷ്ടായി. ജീവിതം കളറാക്കുന്ന ഒരാള്. പക്ഷേ നമുക്ക് ഈ കളറൊന്നും പോരാ. വരൺ എപ്പോഴും പറയാറുള്ള ഒരു വാക്കില്ലേ, കളർഫുൾ. അതാവണം. എപ്പോ? ഭാവിയിൽ. മേടിക്ക്. ഒപ്പം തന്നെ പിടിക്കുന്നുണ്ട്. കുടിച്ചോ. കഴിക്കേ. ഇതോടെ കഴിക്ക. നീ എസ്റ്റേറ്റിൽ പോയിട്ട് പെട്ടെന്ന് എന്താ തിരിച്ചു വന്നത്? അവിടെ ഇനി എന്റെ ആവശ്യമില്ല. അവിടെ ഞാനിരുന്ന സീറ്റിൽ പുതിയൊരാളുണ്ട്. കാര്യം ചോദിച്ചപ്പോ അയാൾ എന്നെ അധിക്ഷേപിച്ചു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറാ മേഡത്തെ വിളിച്ചു പറയാൻ. അതെനിക്ക് വേണ്ടാന്ന് തോന്നി. അതാ ഞാനിങ്ങോട്ട് പോന്നേ. ആ, ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു. ഇത്രയും തുക തന്ന് സഹായിച്ചതുകൊണ്ട് കുറച്ചുകാലം എസ്റ്റേറ്റിന്റെ നടത്തിപ്പ് സാറായ്ക്ക് വിട്ടുകൊടുക്കുകയാണെന്ന്. ചിലപ്പോ അവരറിയാതെ ആയിരിക്കും ഇതൊക്കെ സംഭവിച്ചത്. അച്ഛൻ എന്തായി പറയുന്നേ? അവരറിയാതെയോ? അവരറിയാതെയോ ചെറിയച്ഛൻ അറിയാതെയോ ഇവിടെ ഒന്നും സംഭവിക്കില്ല. അച്ഛൻ വന്നേ, എനിക്കത് ചോദിച്ചേ പറ്റൂ. വേണ്ടടാ, ചോദ്യം പറച്ചിലൊന്നും ഇനി വേണ്ട. പിന്നെന്താ, അനുസരണം മാത്രം. ഇത്രയും കാലം കഴിഞ്ഞൊന്നും ആരും പെട്ടെന്ന് മറക്കണ്ട. ഏയ് സൂര്യ, ഞാനത് മാഡത്തെ കണ്ടപ്പോ ഓർക്കുകയും ചെയ്തു. ചെറിയച്ച, എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ ആരാ തീരുമാനങ്ങൾ എടുത്തത്? ഞാൻ ചോദിച്ചേ കേട്ടില്ലേ? ഞാൻ അവിടെ ജോലിക്ക് ചെന്നപ്പോ എന്റെ കസേരയിൽ വേറൊരാൾ. ചോദിച്ചപ്പോ സാറാ മേഡം അപ്പോയിന്റ് ചെയ്താണെന്ന്. എന്താ അതിന്റെ അർത്ഥം? ഏട്ടാ, എസ്റ്റേറ്റിന്റെ അവകാശം തൽക്കാലം സാറാ മേഡത്തിന് കൊടുക്കുന്ന കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞു. പക്ഷേ സൂര്യയുടെ കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ എനിക്കത് അറിയില്ല. ഇനി ആരും അങ്ങോട്ട് ചെല്ലുന്നില്ലെന്ന് കരുതി സാറാമ്മയുടെ ഒരു തീരുമാനം എടുത്തതായിരിക്കും. അത് നമുക്ക് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. ചെറിയച്ഛന് മാത്രമാണ് ബുദ്ധിയെന്ന് കരുതരുത്. ഈ നടക്കുന്നതിന്റെ അർത്ഥം എനിക്കും തിരിച്ചറിയാൻ പറ്റും. അത് ബോധപൂർവം ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. എന്താ സൂര്യ നീ പറയുന്നത്?
നീ ഒരു കാര്യം പറയുന്നു, അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പരിഹരിക്കാന്നല്ലേ ഞാൻ പറയുന്നത്. ചെറിയച്ച, സൂര്യയുടെ ജോലി നഷ്ടപ്പെടുത്തി കളയല്ലേ. ഞങ്ങൾക്കിപ്പോ ആശ്രയിക്കാൻ വേറൊന്നുമില്ല. കൽപ്പന, താൻ ആരുടെ ഔദാര്യത്തിന് വേണ്ടി കെഞ്ചൊന്നും വേണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇവനെന്തിനാ ഇങ്ങനെ ഇരുന്ന് ബഹളം വെക്കുന്നത്? ചന്ദ്രേട്ടൻ വിചാരിച്ച സാധിക്കാത്ത കാര്യമാണോ ഇത്? ഇത്രയും കടങ്ങളൊക്കെ വീട്ടാങ്കി ചന്ദ്രനെ കൊണ്ട് പിന്നെ എന്താ സാധിക്കാത്തത്? ചെറിയമ്മേ, ഈ കടം വീട്ടലിന്റെ പുറകിൽ ഇവിടെ എന്തൊക്കെയാ ഒളിച്ചിരിക്കുന്നതെന്ന് ഓരോ നിമിഷം കഴിയുന്നതോടും പുറത്തു വന്നുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാ. പക്ഷേ ഇത്രയും കാലം അച്ഛൻ നോക്കി നടത്തിയിരുന്ന കണിമംഗലത്താ നിങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. അത് മറന്നു പോരുത്. ആ, എങ്കി പിന്നെ എനിക്കും കുറച്ചൊക്കെ പറയാനുണ്ട്. ഏട്ടന്റെ നോട്ടം കൂടിപ്പോയതുകൊണ്ടാ എനിക്ക് ചാകാൻ വേണ്ടി വിഷം കഴിക്കേണ്ടി വന്നത്. അതാരും മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ. കഷ്ടപ്പെട്ടതിന്റെ കണക്കൊന്നും ഇവിടെ ആരും മറക്കണ്ട. സൂര്യ, കാര്യങ്ങൾ ഞാൻ ചന്ദ്രശേഖരനോട് സംസാരിച്ചോളാം. നീ പകത്തേക്ക് പോ. ഇതിൽ സംസാരിക്കണമെന്നില്ല ഏട്ടാ. ഇപ്പതാ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് തീർന്നതല്ലേ ഉള്ളൂ. ഇത്രയും നാൾ ടെൻഷൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കൽപ്പന എന്നോട് പറഞ്ഞു, അവരൊന്ന് നേരെ ചൊവ്വേ സംസാരിച്ചിട്ട് കാലം കുറയായിരുന്നു. അവർ സംസാരിക്കട്ടെ. ഒന്നിച്ച് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പോട്ടെ. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമല്ലോ. എന്നിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം അവൻ എസ്റ്റേറ്റിലേക്ക് പോയിക്കോട്ടെ. അവന്റെ സീറ്റ് അവൻ അവിടെ ഒഴിഞ്ഞു തന്നെ കിടക്കും. ഞാനല്ലേ പറയുന്നത്. സൂര്യ, നീ വാ. വരാനല്ലേ പറഞ്ഞത്? ചെറിയച്ച, നഷ്ടപ്പെടാൻ തുടങ്ങിയതൊക്കെ നിങ്ങൾ തിരിച്ചു പിടിച്ചു കാണും. പക്ഷേ ഈ തറവാടിന്റെ പേര് കണിമംഗലം എന്നാ. ഇവിടെ ഒരു നീതിയും ന്യായമൊക്കെ ഉണ്ട്. അല്ല, ഉണ്ടായിരുന്നു ഇത്രയും കാലം. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ചെറിയച്ച, എന്ത് പ്രശ്നം വന്നാലും എന്നെ നോക്കിക്കൊള്ളാന്ന് ചെറിയമ്മ വാക്ക് തന്നതാ. അതിനെന്താ മോളെ, ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി എസ്റ്റേറ്റിലേക്ക് പോകുന്നെങ്കിൽ പൊയ്ക്കോ. ചെറിയച്ഛൻ ഇതൊക്കെ നേടിയിരിക്കുന്നതേ നിന്റെയും കൂടി സന്തോഷത്തിനല്ലേ. ചെന്ന് അവനെ ഒന്ന് സമാധാനപ്പെടുത്ത്. സാറാ മാഡം അവന് പകരം ഒരാളെ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസേരയിൽ അയാളെ ഇരിക്കൂ. അതിനൊരു സംശയവും വേണ്ട. അപ്പൊ സൂര്യ ഇത്രയും കാലം വരുണിന്റെ കൂടെ പൊട്ടിത്തെറിച്ച് നടന്നവനല്ലേ. വീടിന് പുറത്തു പോയവൻ അനുഭവിക്കുന്നുണ്ട്. ഇവൻ വീടിനകത്ത് കിടന്ന് അനുഭവിക്കട്ടെ. ചന്ദ്രശേഖരനോട് ധിക്കാരം പറയുന്നവരെ മര്യാദ പഠിപ്പിച്ചിട്ടേ ചന്ദ്രശേഖരൻ അടങ്ങൂ.